രാവിലെ കുളിച്ചൊരുങ്ങി നയന പൂജാമുറിയിലേക്ക് നേരെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന നയന ആ കാഴ്ച കണ്ട് ആകെപ്പാടെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പൂജാമുറി ആകെ അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നയന ആകെപ്പാടെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ വിഗ്രഹമൊക്കെ എടുത്തിങ്ങനെ ഉടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നയന വല്ലാണ്ടങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ നയന അവിടെ നിന്ന് കരയാണ്. അപ്പോഴേക്കും പൂജാമുറിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയന മണിയടിച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നയന, എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും വരുമ്പോഴേക്കും നയന മാറി നിന്നിട്ട് പൂജാമുറി കാണിക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. അല്ല നയന, ഇതെന്താ സംഭവിച്ചതെന്ന് ആദർശ് ചോദിക്കുകയാണ്. അറിയില്ല ആദർശേട്ടാ, ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഈ കാഴ്ചയാ. കണ്ടപാടെ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇതാരോ മനഃപൂർവ്വം ചെയ്തതുപോലെ ഉണ്ടല്ലോ, എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞതുപോലെ. നിന്റെ വിഗ്രഹം ഉടച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ആദർശയുടെ സഹിക്കാൻ വയ്യാത്തത്. ഈ വിഗ്രഹമൊക്കെ അങ്ങനെ ഉടച്ചു കളയാൻ പാടുണ്ടോ? കൃഷ്ണ വിഗ്രഹമല്ലേ ഇത്? ഇതിന്റെ വിലയിലല്ലേ കാര്യം. ഇത്രയും നാള് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഐശ്വര്യം പകർന്നു നൽകിക്കൊണ്ടിരുന്ന വിഗ്രഹമാണ് ഒടിഞ്ഞത്. ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇനി എന്തൊക്കെയാണോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നയന വിഷമിക്കുന്നുണ്ട്. ആദർശ് പറയാണ്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ മനസ്സുകൊണ്ട് മനസ്സർപ്പിച്ച് ഉണ്ടാക്കിയ വിഗ്രഹമല്ലേ, അതിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇതാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും CCTV ഉണ്ടല്ലോ, നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ആദർശും നയനയും കൂടെ കൂടിയിട്ട് CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് കഴിഞ്ഞ ഒരു ദിവസം മുഴുവനായിട്ടും ആ CCTV ഫുട്ടേജസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് ആദർശ് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും ജാനകി പറയാണ്, ആര് ചെയ്താലും ഇത് അങ്ങേയടുത്ത് ചെയ്തായിപ്പോയി, ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജയും അഭിയും കൂടെ മുറിയിലേക്ക് പോയിട്ട് അഭി ചോദിക്കുന്നുണ്ട്, അമ്മ തന്നെ ചെയ്തതല്ലെന്ന് ചോദിക്കുകയാണ്. അതേടാ, ഞാൻ തന്നെ ചെയ്തതാ. നിന്നെപ്പോലെ ഒരുത്തൻ മോനായിട്ട് കിട്ടിയാൽ പിന്നെ ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തിനാമ്മ ഇങ്ങനെ ചെയ്തത്? അത് പൂജാമുറി വിഗ്രഹങ്ങളൊക്കെ അല്ലേ? ആ CCTV എന്തിനമ്മ നശിപ്പിച്ച് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തിനാ നിന്നോട് പറയണോ? നാളെ അവൾ ഒരു പ്രധാനപ്പെട്ട ഡിസൈൻ കൊടുക്കാനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഡിസൈനാ. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളായിരിക്കും മൂർത്തീസ് ജ്വല്ലറിയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിന്റെ മേലെ അവളായിരിക്കും. നീ അവളുടെ കീഴേ വരും. നിനക്കപ്പോൾ സമാധാനമാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അമ്മ എന്താ ഈ ചെയ്തത്? ഈ പൂജാമുറി നശിപ്പിച്ചതിന് അതിനെന്ത് കിട്ടാനാന്ന് ചോദിക്കുകയാണ്. എങ്ങനെ നയനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ലടാ, അത് അവളുണ്ടാക്കിയ കൃഷ്ണ വിഗ്രഹമാണ്. അത് മാത്രമല്ല ആ പൂജാമുറി അവൾക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവളുടെ മനസ്സ് ആകെപ്പാടെ തകർന്നുടഞ്ഞ അവസ്ഥയിലിരിക്കുകയാണ്. അവൾ മാനസികമായിട്ട് തകർന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് വേണ്ടി അവൾ ഇന്ന് ഡിസൈൻ വരയ്ക്കില്ല. ആ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണല്ലോ അവൾ എപ്പോഴും ഡിസൈൻ വരയ്ക്കുന്നത്. ഇന്ന് അങ്ങോട്ടേക്ക് കയറുമ്പം അവൾ ആ കാഴ്ച കാണുമ്പോൾ തന്നെ അവളുടെ ഹൃദയം ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നില്ല. ആ സമയത്ത് നീ തന്നെ എങ്ങനെയെങ്കിലും ഡിസൈൻ ഒപ്പിച്ച് വരയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ ആവണം നാളെ ആ കമ്പനിയുടെ ഹെഡ് സ്ഥാനത്തിരിക്കേണ്ടത്. ഒരിക്കലും ഇവളെ അങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ഈ ഐഡിയ കൊള്ളാം, ശരിയാ. മാനസികമായി അയാളെ തളർത്തിയാൽ പിന്നെ അയാൾ ഒരിക്കലും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നയന മുറിയിൽ അസ്വസ്ഥയായിട്ട് ഇരിക്കുമ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയന, നീ വളരെ അസ്വസ്ഥയായിട്ട് ഇരിക്കുകയാണെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ആദർശേട്ടാ, ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹം അത് പോയല്ലോ. ഒരുപാട് എനിക്ക് ഇഷ്ടമായിരുന്നു ആ വിഗ്രഹം. ആ വിഗ്രഹത്തിൽ ശരിക്കും ഞാൻ ആ കൃഷ്ണന്റെ രൂപം തന്നെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പൂജാമുറി എന്നും രാവിലെ ഞാൻ വിളക്ക് കൊളുത്തുന്ന പൂജാമുറിയില്ലേ, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ സ്ഥിരം വിളക്ക് കൊളുത്തുന്ന പൂജാമുറിയില്ലേ, ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പം എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതിലെന്താ കുഴപ്പം? നീ അത് പോയി റീഡെക്കറേറ്റ് ചെയ്യുമെന്ന് പറയുമ്പം എനിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ മനസ്സുകൊണ്ടാകെ തളർന്നു ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ജലജയും അഭി ഒളിഞ്ഞു കേൾക്കാണ്. ഇപ്പം എങ്ങനെ ഉണ്ടടാ? ഞാൻ പറഞ്ഞില്ലേ, അവൾ മാനസികമായി തളർന്നു കഴിഞ്ഞു. ഇനി നാളത്തെ ഡിസൈൻ അവൾ വരയ്ക്കില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയിരുന്നു വരച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ CCTV കൊണ്ട് പ്രശ്നം വല്ല ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പം അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞാൻ ഒരു ടെക്നീഷ്യനെ തന്നെ വിളിച്ചു വരുത്തി ആരും കാണാതെ ചെയ്യിപ്പിച്ചതാ. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. വയറ് കട്ടായത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ പോയതായിരിക്കും എന്ന് കരുതുന്ന രീതിയിൽ മാത്രമാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ് തന്നെ കേട്ടോ അഭിക്കും ജലജയ്ക്കും. അപ്പോഴേക്കും ആദർശ് പറയാണ്, നീ ഇവിടെ വിഷമിക്കാതിരിക്കുക, അതിനുള്ള വഴിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് മറ്റാരും അറിയാതെ അവൻ പൂജാമുറിക്കുള്ളിൽ കയറുന്നുണ്ട്. എന്നിട്ട് ആ പൂജാമുറി ആകെപ്പാടെ അലങ്കോലമായി കിടക്കുകയാണല്ലോ. അപ്പോൾ നയനയ്ക്ക് വേണ്ടിയിട്ട് അവൻ ആ പൂജാമുറിയെല്ലാം ഒതുക്കി പറക്കി പഴയതുപോലെ നയന എങ്ങനെയാണ് ഇട്ടിരുന്നത് അതുപോലെ തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ ആ കൃഷ്ണ വിഗ്രഹം അവൻ ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ശരിയാവുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശങ്ങളുടെ സന്ധ്യ സമയമാവാണ്. ആദർശ് നേരെ ചെല്ലുന്നത് നയനയുടെ വീട്ടിലേക്കാണ്. അപ്പം നയനയുടെ അമ്മ ഇവിടെ ആയിരിക്കുമല്ലോ.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലുമ്പം അയ്യോ എന്താ മോനെ, എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, കനകമുണ്ടോ നയനമുണ്ടോ എന്ന് ചോദിക്കുമ്പം ആരുമില്ല അങ്കിളെ, ഞാൻ അത്യാവശ്യ കാര്യത്തിൽ വന്നെന്ന് പറയുന്നുണ്ട്. എന്താ മോനെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്നുള്ള കാര്യം ആദർശ് പറയുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഉണ്ടാക്കിയൊരു കൃഷ്ണ വിഗ്രഹം എനിക്ക് വേണം, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് മോനെ, ഒരു വിഗ്രഹമുണ്ട്, അവൾ എന്നും ഇവിടെ വിളക്ക് വെച്ച് തൊഴുന്നൊരു വിഗ്രഹമാണ്, അതവളുടെ പൂജാമുറിയിൽ ഇരിക്കുന്നതാ, വേണോന്ന് അത് മതിയോ എന്ന് ചോദിക്കുമ്പം അപ്പോൾ പൂജാമുറിലേക്കുള്ള വിഗ്രഹം എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാനിവിടെ ഇഷ്ടംപോലെ പണിയുന്നുണ്ടല്ലോ, ഞാൻ ഏതെങ്കിലും എടുത്ത് വെച്ചോളാം, അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൃഷ്ണന്റെ വിഗ്രഹം ഇവിടെ ഉണ്ട്, മോനത് കൊണ്ടുവെക്കോ, അത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാന്നും പറഞ്ഞിട്ട് അവൻ ആ വിഗ്രഹവുമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നയനയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛൻ നന്ദുനോട് പറയുന്നുണ്ട്, എന്തായാലും അച്ഛന് സന്തോഷമായി, നയനമോക്ക് വേണ്ടിയിട്ട് അവൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം അവൻ്റെ മനസ്സിൽ നയനോട് സ്നേഹമുണ്ടെന്ന്. അവളുടെ മനസ്സെന്ന് വേദനിച്ചപ്പോൾ അവൻ ഓടിയെത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഈ വിഗ്രഹമായിട്ട് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും പണ്ട് നയന ആ വിഗ്രഹം കയ്യിലേന്തി വന്നതുപോലെ ആദർശും വിഗ്രഹം ഇങ്ങനെ കയ്യിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നയന നയന എന്ന് പറഞ്ഞ് ആദർശ് ഹാളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആ മണി അവൾ അടിച്ചതുപോലെ തന്നെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹാളിലോട്ട് എല്ലാവരും വരുന്നുണ്ട്. എന്താ ആദർശം നിന്റെ കയ്യിൽ നിന്ന് എല്ലാവരും ചോദിക്കുകയാണ്. നയന അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ആദർശം കയ്യിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് നയനയ്ക്കുള്ള സമ്മാനമാണെന്ന് പറയുമ്പോൾ നയനയ്ക്കുള്ള സമ്മാനം എന്ന് ദേവേന ചോദിക്കുന്നുണ്ട്. നയന അടുത്തേക്ക് വന്നിട്ട് എന്താ ആദർശം ചോദിക്കുമ്പം നീ തുറന്നു നോക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ തുറന്നു നോക്കുന്ന നയന ഞെട്ടിപ്പോവാണ്. ആദർശേട്ടാ, ഇത് ഞാനുണ്ടാക്കിയ വിഗ്രഹമാണല്ലോ, ഇതെൻ്റെ വീട്ടിലിരുന്ന എൻ്റെ പൂജാമുറിലിരുന്ന വിഗ്രഹമല്ലേ, വർഷങ്ങളായിട്ട് ഞാൻ ഈ വിഗ്രഹം വെച്ചിട്ടാ പൂജ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, നിന്റെ സങ്കടം കണ്ടിട്ട് നിന്റെ മനസ്സാകപ്പാട് ഉടഞ്ഞു പോയല്ലോ, അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഒരുപാട് സന്തോഷം ആദർശേട്ടാ, ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു വിഗ്രഹത്തിനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മിസ് ചെയ്തു. അതിൻ്റെ കുറവുകൾ നിർത്തിയത് ഈ പുതിയ വിഗ്രഹമാണ്. പക്ഷെ അത് ഉടഞ്ഞു പോയല്ലോ, എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടമായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഗ്രഹം വന്നതോടുകൂടി എൻ്റെ വീട്ടിലത്തെ പൂജമുല്ല കയറുന്നൊരു ഫീലിങ്സാണ് എനിക്ക്, അതെനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശം നയനങ്ങളെ കൂടിയിട്ട് പൂജാമുറിലേക്ക് കയറുകയാണ്. എല്ലാവരും പൂജാമുറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആബി പറയാണ്, കണ്ടില്ലേ അമ്മേ, നമ്മൾ ചെയ്തതിൻ്റെ പകരം അവനെ സെക്കൻഡ് തന്നെ അടുത്തതൊക്കെ കൊണ്ടുവന്ന് അവളുടെ ഊർജ്ജം ഒന്നുകൂടെ ഇരട്ടിയാക്കി എന്നൊക്കെ പറയാണ്. ബാ എന്താ ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരും അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നയന പൂജാമുറിലേക്ക് വിഗ്രഹം വെക്കാൻ മുത്തശ്ശി പറയുമ്പം നയന പറയാണ്, അല്ല ആദർശേട്ടൻ തന്നെ വേണം വെക്കാൻ, ഈ മുറി ഇത്രയും സെറ്റപ്പ് ആക്കിയത് ആദർശേട്ടനല്ലേ, അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ അതിന് നടുക്കോട്ട് വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശം തന്നെ ആ വിഗ്രഹം നടുക്ക് വെക്കുകയാണ്. നയന ഒരു മാല എടുത്ത് ആ വിഗ്രഹത്തിലേക്ക് ഇട്ടിട്ട് പൂജിക്കുന്നുണ്ട്. അതിനുശേഷം നയന പറയാണ്, ആദർശേട്ടൻ വിഷമിക്കണ്ട, ഈ ഉടഞ്ഞു പോയതൊക്കെ വീട്ടിൽ കൊണ്ടുപോയാൽ അച്ഛൻ ശരിയാക്കി തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. അപ്പം മുത്തശ്ശി പറയാണ്, ഇത്രയും മനോഹരമായൊരു വിഗ്രഹം ഞാൻ കണ്ടിട്ട് കൂടിയില്ല നയന, മോക്ക് ഇത്രയും കഴിവ് തന്നത് ദൈവം തന്നെയാ. ഇപ്പം മനസ്സിലായി മോക്ക് വരയ്ക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടിയെന്ന്. ഇതുപോലെ പ്രതിമകൾ ഉണ്ടാക്കുന്ന മോക്ക് പിന്നെ കഴിവ് കിട്ടാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അവളെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ആദർശേട്ടൻ കൊണ്ടു തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറയുന്നുണ്ട്. അപ്പം കനകം പറയാണ്, അതെ മോളുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ മോനിതൊക്കെ ചെയ്യാൻ തോന്നിയില്ലോ, അത് തന്നെ മോൻ്റെ മനസ്സിൽ എത്രത്തോളം നയനമോളുടെ സ്നേഹമുണ്ടെന്ന് തെളിയിക്കുന്നതാണെന്ന് കനകം പറയാണ്. അപ്പോഴേക്കും ദേവനിക്കൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ജലജ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയിട്ട് പറയാണ്, നമ്മൾ എന്ത് ചെയ്താലും അവസാനം നമുക്ക് ഇത് തന്നെയായിരിക്കും വിധി വരാൻ പോകുന്നത്, ഇനിയിപ്പോൾ അവള് ഇതിൻ്റെ ഊർജ്ജത്തിൽ ഇരട്ടിയായിട്ട് അവൾ പടം വരയ്ക്കുമെന്നൊക്കെ പറയാണ്. അങ്ങനെ രാത്രി നല്ല ഡിസൈൻ വരയ്ക്കുകയും അത് തന്നെ സെലക്ട് ആവുകയൊക്കെ ചെയ്യുന്നതിന് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്തേരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.